നോയമ്പ് കാലമൊക്കെ തുടങ്ങിയല്ലോ. അപ്പം നമുക്കിന്നൊരു മഷ്റൂം മസാല ഉണ്ടാക്കിയാലോ. അപ്പോൾ പാക്കറ്റായിട്ട് മഷ്റൂം വാങ്ങിയിരുന്നു. ഇതിന് ഏകദേശം എനിക്കൊന്ന് 80 രൂപയെങ്ങാണ്ടാണ് വില കിട്ടും ഈ ഒരു പാക്കറ്റിന്. അപ്പോൾ മഷ്റൂമിൻ്റെ പീലൊക്കെ കളഞ്ഞ് ഞാൻ വൃത്തിയാക്കി എടുക്കുകയാണ്. എൻ്റെ സ്വരം അത്ര ക്ലിയർ അല്ല, കാരണം തൊണ്ടയ്ക്കൊരു ഇത് പോയിട്ട് വന്നിട്ട് മാറിയില്ല, സൗണ്ട് ഒട്ട് ക്ലിയർ ആയുമില്ല. അതുകൊണ്ട് സൗണ്ടൊക്കെ വല്ലാതിരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ പീലൊക്കെ കളഞ്ഞെടുത്ത്. ഈ മഷ്റൂം മസാല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചെറുപ്പത്തിലൊക്കെ ഒരുപാട് മഷ്റൂം നമ്മുടെ വീടുകളിലൊക്കെ ഇടിമിന്നലൊക്കെ ഉണ്ടാകുന്ന ദിവസം ഉണ്ടായി ഒരുപാടുണ്ടാവും. അത് നമ്മൾ അയൽപക്കത്തെ വീട്ടിലുമൊക്കെ കൊടുത്തും കഴിച്ചും ഓർമ്മിച്ച ഒരു കാലം എൻ്റെ ഓർമ്മ. അപ്പം ഞാൻ എൻ്റെ പീലൊക്കെ കളഞ്ഞു. ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഒരു കൈൻ്റെ വീഡിയോ എടുക്കുന്ന കാരണം ഒറ്റ കൈ വെച്ചാണ് കഴുകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചട്ടി അനങ്ങുന്നതും മഷ്റൂം താഴെ പോകുന്നതും ഒക്കെ. അങ്ങനെ അതൊക്കെ ഒന്ന് നമുക്ക് കഴുകി വാരിയെടുക്കാമേ. പിന്നെ നിങ്ങൾക്ക് ആർക്കൊക്കെ ഈ മഷ്റൂം ഇഷ്ടമാണെന്നുള്ള ഒന്ന് ചെന്ന. അപ്പം ഞാനിതെല്ലാം ഒന്നുകൂടെ കഴുകി വൃത്തിയാക്കാൻ പോവുക. ഒന്നുകൂടെ കഴുകി വൃത്തിയാക്കി കോരിയൊക്കെ എടുത്തിട്ട് വരട്ടെ. അപ്പം നമുക്ക് ഇനിയിപ്പം അതിന് വേണ്ട സാധനങ്ങളൊക്കെയാണ്. ഇനിയിപ്പോൾ അതിന് വേണ്ട സാധനങ്ങളെന്ന് പറയുന്നത് ഇതിൻ്റെ സബോളയുണ്ട്, ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, തേങ്ങാക്കൊത്തുണ്ട്, കറിവേപ്പില, അതൊക്കെയാണ് നമ്മുടെ ആവശ്യമായ കടായി വെച്ചു, അതിലേക്ക് എണ്ണയൊഴിച്ചു. എണ്ണയിട്ട് ഇനി ഇത്തിരി കടുകിട്ട് കൊടുക്കാം. ഞാൻ വെക്കുന്ന രീതിയിലാണോ നിങ്ങൾ വെക്കുന്ന നിരത്തില്ല, എങ്കിലും ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ തേങ്ങാക്കൊത്തിട്ടു. അന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട്. ഇഞ്ചിയും വെളുത്തുള്ളി ഒന്നായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ സബോളയും കൂടെ ആഡ് ചെയ്തു. ഇനി ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാവേ. അങ്ങനെ അതിലേക്ക് ഉപ്പുമൊക്കെ ആഡ് ചെയ്ത് എല്ലാം ഒന്ന് വഴന്നൊക്കെ വരട്ടെ. ഞാനിതല്ലാതെ തോരനും വെക്കും കേട്ടോ, എനിക്കിഷ്ടമാണ്. പിന്നെ ചിലരിതിൽ തീയൽ വെക്കും, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്, എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അതിലേക്ക് ഞാൻ ചേർത്തിരിക്കുന്ന പൊടികൾ മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഇത്രയാണ് ഞാൻ ചേർത്തിരിക്കുന്ന സംഭവങ്ങൾ. ഇനി കൂണിലാണെങ്കിൽ എന്താ, നമുക്ക് ഒട്ടും വെള്ളം ചേർക്കണ്ടല്ലേ. കൂണാണെങ്കിൽ ഇരുന്ന് അതിൽ നിന്ന് തന്നെ വെള്ളവും ഇറങ്ങും. അങ്ങനെയാണ് കൂണിൻ്റെ ഒരു പ്രകൃതം. അങ്ങനെ മസാലപ്പൊടിയൊക്കെ ഒന്ന് വഴന്നു വന്നു. അപ്പം ഞാൻ അതിനെ കൂണെടുത്ത് ഇതിനൊത്ത് ഇട്ടു. അപ്പോൾ കൂണൊക്കെ എടുത്തിട്ട് ഇനിയിപ്പം അതൊന്ന് അവിടെ കിടന്ന് നല്ലപോലെ ഒന്ന് ഇതാവട്ടെ. ഇനി പൊടികളൊക്കെ ലൈറ്റിൻ്റെ വെട്ടം കൊണ്ട് അത് അത്ര അങ്ങോട്ട് പൊടികളൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊന്ന് മൂടി വെക്കട്ടെ. വെള്ളമൊന്നും ചേർക്കണ്ട, ഇതിന് താനേ ഒരുപാട് വെള്ളം കണ്ടോ. ഇപ്പം തന്നെ എന്ത് വെള്ളം ഇതിനകത്തുനിന്ന് ഇറങ്ങിയിരിക്കുന്നത്, ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചില്ല. അങ്ങനെ അതുമൊക്കെ ഇതായി. ഇനിയിപ്പോൾ ഇതിനകത്ത് വെന്തു. അപ്പം അതിന് ഇതിനകത്ത് കിടന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റണം. പെട്ടെന്നാവുമല്ലേ മഷ്റൂം, ഒരുപാട് ടൈമൊന്നും വെക്കണ്ട. അങ്ങനെ മഷ്റൂമൊക്കെ ഏകദേശം റെഡി ആയതേ, വെള്ളമൊക്കെ വറ്റി. പിന്നെ ഞങ്ങളുടെ കറികളൊക്കെ എന്ന് പറയുന്നത് മഷ്റൂം മസാലയുണ്ട്, നാരങ്ങ അച്ചാർ. നോയമ്പില്ലാത്ത 2 മക്കളുണ്ട്, അവർക്ക് 2 പേർക്കും മീനുണ്ട്. ഇവനും നോയമ്പില്ല, നമ്മുടെ കുറുമ്പത്തിക്കും നോയമ്പില്ലേ. പിന്നെ നമ്മുടെ മഷ്റൂം, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കറികൾ. നിങ്ങൾക്ക് വേണ്ട കായുണ്ട്, നേന്ത്രക്കാ ചാറ് വെച്ചതുണ്ട്, വേണ്ട പൊന്തങ്ക തോരൻ വെച്ചതുണ്ട്, മോരുണ്ട്, പപ്പടമുണ്ട്, അച്ചാർ. ഇതൊക്കെയാണ് നമ്മുടെ കൂട്ടാനുകൾ. അപ്പോൾ പുതിയ വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ. നിങ്ങൾക്കൊക്കെ എന്തായിരുന്നു കൂട്ടാൻ? അടുത്ത വീഡിയോ കാണാവേ. ബൈ.